ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. റാഗി ദോശയാണ്. ഇത് നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമ്മൾ മിൻ ചട്നി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് പറ്റിയൊരു കോമ്പിനേഷനാണ് സാലഡ്. ഇത് രണ്ടും നമ്മൾ ഈ റെസിപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് റാഗി ദോശയിലേക്ക് പോവാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നല്ല ക്രിസ്പിയാണ്. അതുപോലെ തന്നെ റാഗി എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിവിടെ ആദ്യം 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് റാഗി പൗഡർ. ഇത് രണ്ടും കൂടി എടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അരിപ്പൊടി എടുത്തതിൻ്റെ ഏകദേശം ഒരു ഹാഫ് പോർഷനാണ് റാഗി പൗഡർ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു 10-12 ചെറിയ ഉള്ളി, അത് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു 1/4 കപ്പ് തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല തിക്കായിട്ടുള്ള തൈരാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അതനുസരിച്ച് വേണം ഇനി ബാക്കി നമുക്ക് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് എടുക്കുകയാണ് കൂടുതലും നല്ലത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമുക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ദോശമാവിൻ്റെ പോലെയുള്ള ഒരു കൺസിസ്റ്റൻസി അല്ല വേണ്ടത്. നമുക്ക് കുറച്ചും കൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ കിട്ടുന്നതെങ്കിൽ നമുക്ക് തീരെ നൈസായിട്ട് ദോശ ഉണ്ടാക്കാൻ പറ്റില്ല. നല്ല ക്രിസ്പി ആയിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ നമ്മൾ ബാറ്റർ പ്രിപ്പയർ ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇത്രയും വെള്ളം ആഡ് ചെയ്ത് ഒരു ലൂസ് കൺസിസ്റ്റൻസി, നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ വെള്ളം ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിനി നമുക്കൊരു 30 മിനിറ്റോളം അടച്ചു വയ്ക്കാം. അതിനുശേഷം ഇത് ചിലപ്പോൾ കുറുകി വരും. പൊടികളിലേക്ക് വെള്ളം അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കുറുകി വരും. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, കുറച്ചും കൂടി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം. കുറച്ചും കൂടി ലൂസായിട്ടുള്ള ബാറ്റർ വേണം. അതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ വെള്ളം ആഡ് ചെയ്യാണ്. നിങ്ങളിതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് ഞാനിവിടെ പറയുന്നില്ല. നിങ്ങൾ ഒരു ലൂസ് കൺസിസ്റ്റൻസി വരുന്ന രീതിയിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം. ഓക്കെ, ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പാനിലേക്ക്, ഞാനിപ്പോൾ ഇവിടെ ഓയിൽ വെച്ചിട്ടാണ് ഗ്രീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയ്യ് കൂട്ടിയാണ് വേണ്ടതെങ്കിൽ നെയ്യ് ഒഴിച്ച് ഗ്രീസ് ചെയ്യാം. ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നല്ലോണം ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ചുറ്റിച്ചു കൊടുക്കുമ്പോൾ അത് നൈസായിട്ട് വരും. നമുക്ക് തവി കൊണ്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഫില്ല് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് തിക്നെസ് ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ഒഴിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഓയിലാണെങ്കിൽ അങ്ങനെ, ഗീ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൈഡിലെല്ലാം ഒന്ന് നന്നായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി താഴ്ഭാഗം നമുക്ക് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്ന, ഒരു ക്രിസ്പി ആകുന്ന നമുക്കറിയാമല്ലോ. ആ ഒരു രീതിയിലാകുന്നിടം വരെ വെച്ചിട്ട് പിന്നെ വേണം നമ്മൾ അത് തിരിച്ചിട്ട് കൊടുക്കാൻ. ഇപ്പം നമുക്ക് കാണാം സൈഡെല്ലാം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഒരു സൈഡ് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല ക്രിസ്പി ആണ് എന്നുള്ളത്. അതിൽ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മിൻ ചട്നി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പറ്റിയ കോമ്പിനേഷനാണ് മിൻ ചട്നി. അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഉഴുന്ന്, ഇത് ഞാൻ കഴുകിയെടുത്ത് തുടച്ചെടുത്തതാണ്, അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പരിപ്പാണ്. അതും കഴുകി എടുത്തതാണ്, കഴുകി ഡ്രൈ ആയി എടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കുക.
ഇത് രണ്ടും ഓരോ ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഇതാ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നും അതുപോലെ തന്നെ പരിപ്പും നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഗ്രേറ്റഡ് കോക്കനട്ടാണ് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മിന്റ് ലീവ്സ് ഒരു 1/2 കപ്പ്. ഇത് നമുക്ക് ഒരു മിക്സർ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കേണ്ടത് ഗ്രീൻ ചില്ലിയാണ്. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പീസാക്കി വെച്ചിട്ടുണ്ട്. അരയ്ക്കുമ്പം പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ളത് നമുക്കൊന്ന് മുറിച്ചെടുത്ത് വെക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 3 എണ്ണം. ഇനി വേണ്ടത് ജീരകമാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഉഴുന്നും പരിപ്പുമാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി വേണ്ടത് ലെമൺ ജ്യൂസാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കായം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഒരു പിഞ്ച്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വെള്ളം കുറച്ച് ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതാ ഇവിടെ നല്ല പേസ്റ്റായിട്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്താണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. നല്ല പേസ്റ്റായിട്ട് തന്നെ നിങ്ങൾ അരച്ചെടുക്കുക. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് കറിവേപ്പില, പിന്നെ കുറച്ച് ചുവന്ന മുളക്, വത്തൽ മുളക് ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നെല്ലാം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മിന്റ് ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡ് നോക്കാം. ഞാനിവിടെ 1 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ 1 ടൊമാറ്റോയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഗ്രീൻ ചില്ലി 2 എണ്ണം. ഇനി വേണ്ടത് തൈരാണ്. ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ്. അതുപോലെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എളുപ്പത്തിലുള്ളൊരു സാലഡാണ്. ഈ റാഗി ദോശയ്ക്ക് നല്ല കോമ്പിനേഷനാണ് മിന്റ് ചട്നിയും സാലഡും. ഇപ്പോൾ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നല്ല കോമ്പിനേഷനാണ് മിന്റ് ചട്നിയും സാലഡും. നിങ്ങളെല്ലാവരും ഹെൽത്തി റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്.